ബി.ജെ.പിയുടെ വിജയം ഹരിയാനയിൽ സംഭവിക്കുമ്പോഴും ഏറ്റവും അധികം ആളുകൾ ചർച്ച ചെയ്യുന്നത് കോൺഗ്രസ്സിന് എന്തുകൊണ്ട് ഇങ്ങനൊരു വലിയ തിരിച്ചടി അവിടെ സംഭവിച്ചു. കാരണം എല്ലാവരും പ്രവചിച്ചതും മാധ്യമങ്ങളുടെ പ്രവചനം, അതുപോലെ തന്നെ ജനങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഉയർന്നു വന്ന വിഷയങ്ങൾ, ജനങ്ങളുടെ ഒരു സർക്കാരിനോടുള്ള കടുത്ത എതിർപ്പ്, ഇതെല്ലാം പ്രകടമായിട്ടും അതിനെ ഒരു അധികാരമാറ്റത്തിലേക്ക് എത്തിക്കാൻ രാഷ്ട്രീയമായി കോൺഗ്രസ്സിന് കഴിയാതെ വന്നതിൻ്റെ പ്രശ്നങ്ങൾ ആ പാർട്ടി തന്നെ പ്രകടമാക്കിയിട്ടുണ്ട്. അതേക്കുറിച്ചുള്ള ചർച്ചകൾ വളരെ സജീവമായി മാറിയിട്ടുണ്ട് എന്നത് തന്നെയാണ്. ഇവിടെ ഞാൻ അരുണും അതുപോലെ തന്നെ ബി.ജി. വിഷ്ണുവും ചേരുകയാണ്. ബി.ജെ.പി പ്രതിനിധിയിലേക്കൊന്ന് പോകാം. ഏതായാലും വിഷ്ണു, ഇവിടെ ഹരിയാനയുടെ കാര്യത്തിൽ ഈ ചർച്ചയ്ക്ക് താങ്കൾ വലിയ അവകാശവാദം ഉന്നയിച്ചാലും ഒരു വസ്തുത, പൊതുവിലുണ്ടായിരുന്ന ഒരു വലിയ ട്രെൻഡ് ബി.ജെ.പിക്ക് ഇത്തവണ അധികാരം നഷ്ടപ്പെടും എന്നാണ്. ആ നിലയിൽ തന്നെയാണ് ഏതാണ്ട് ബി.ജെ.പി ദേശീയ നേതാക്കൾ പോലും പല ഘട്ടത്തിലും ആ റിയാലിറ്റിയെ ഫേസ് ചെയ്യാൻ തയ്യാറെടുത്തുകൊണ്ടാണ് സംസാരിച്ചത്. പക്ഷേ നിങ്ങളെ അടക്കം അമ്പരപ്പിക്കുന്ന ഹരിയാനയിലെ മൂന്നാം വട്ടവും എന്നൊരവസ്ഥ അധികാരവുമായി ബന്ധപ്പെട്ട് നിങ്ങളെത്തി നിൽക്കുകയാണ്. നോക്കൂ, മറുഭാഗത്ത് ജമ്മു കശ്മീരിൻ്റെ സ്ഥിതിയോ? ജമ്മു കശ്മീരിൽ ഈ 2023 ഭേദഗതി പ്രകാരം 5 MLA-മാരെ നോമിനേറ്റ് ചെയ്യാം, അവർക്ക് വോട്ടിംഗ് അധികാരവും ഒക്കെ നൽകി നോമിനേറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു പ്രശ്നം വന്നാലും ആ സർക്കാരിനെ പിടിക്കാം എന്ന നിലയിലൊരു സംവിധാനമൊക്കെ നിങ്ങൾ ഒരുക്കിയിട്ടും ലഫ്റ്റനൻറ്റ് ഗവർണർക്ക് 5 പേരെ നോമിനേറ്റ് ചെയ്യാം എന്ന നിലയിലൊക്കെയുള്ള സംവിധാനം കൊണ്ടുവന്നിട്ടും നോക്കൂ, ജമ്മു കശ്മീർ നിങ്ങളെ തിരസ്കരിച്ചിരിക്കുകയാണ്. എന്തായാലും ഇന്ന് കൈരളി ചാനലിൽ ഹരിയാനയേക്കാൾ ഊന്നൽ നൽകുന്നത് ജമ്മു കാശ്മീരിനാണെന്ന് അറിഞ്ഞതിൽ വളരെയധികം ആര് പറഞ്ഞു വിഷ്ണു? ഇത്രയും നേരം സംസാരിച്ച ഹരിയാനയല്ലേ? അല്ല, ഞാൻ പറയട്ടെ, ഹരിയാനയോടൊപ്പം ബി.ജെ.പി പ്രതിനിധിയോട് ഞാൻ ജമ്മു കാശ്മീരും കൂടെ ചേർത്ത് വെച്ചതാണ്. ഞങ്ങൾ 2 വിഷയങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടേ പോകുന്നുള്ളൂ. ഉറപ്പായി 2014 ഹരിയാനയിൽ ബി.ജെ.പി സർക്കാർ ആദ്യമായി അധികാരത്തിലെത്തുന്നത്. കഴിഞ്ഞ 10 വർഷത്തോളം ഹരിയാനയുടെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ 10 വർഷത്തിൽ കൂടുതൽ തുടർച്ചയായി ഒരു ഗവൺമെൻറ്റുകൾക്കും ഭരിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് തിരഞ്ഞെടുപ്പ് വിശകലനം ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവുകയും ചെയ്യും. പക്ഷേ ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ ബി.ജെ.പി ആണ്. ഞങ്ങൾക്ക് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ 5 സീറ്റുകളിൽ ഞങ്ങൾക്ക് തിരിച്ചടി നേരിടേണ്ടി വന്നിട്ടുണ്ട്, ഞങ്ങൾ പരാജയപ്പെട്ടു. ആ യാഥാർത്ഥ്യം തന്നെ നിലനിൽക്കുമ്പോൾ തന്നെ കഴിഞ്ഞ എത്രയോ നാളുകളായി ഹരിയാനയിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത വികസന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് നമ്മളെല്ലാവരും കണ്ടതാണ്, ആദ്യത്തെ 1 മണിക്കൂർ ബി.ജെ.പി വളരെ പിറകിലായിരുന്നു, പ്രത്യേകിച്ച് പോസ്റ്റൽ വോട്ട് എണ്ണുന്ന സമയത്ത്. അതിൽ പ്രത്യേക ഒരു ഘടകം അതിലുള്ളത്, 2014 മനോഹർ ഖട്ടാർ അധികാരത്തിലെത്തുമ്പോൾ, ബി.ജെ.പി സർക്കാർ അധികാരത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥ സംവിധാനവുമായി ഈ സർക്കാരിന് യോജിച്ച് പോകാൻ കഴിയാത്ത വലിയ രീതിയിലുള്ള സാഹചര്യം നിലനിർത്തുന്നു. മുഖ്യമന്ത്രി എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് ഓഫീസെത്തുമ്പോൾ ഉദ്യോഗസ്ഥന്മാരെല്ലാം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ മാത്രമെന്നല്ല പല ഓഫീസുകളിൽ എത്തുന്നത് 11 മണിയോടെയാണ്. ഈ സംവിധാനത്തിന് ബി.ജെ.പി സർക്കാർ കഴിഞ്ഞ കഠിനമായ പരിശ്രമം തന്നെയാണ് ഈ ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് വലിയ പണിപ്പെട്ട് തന്നെയാണ് ഒരു കൃത്യമായ രീതികൾ അവലംബിക്കാൻ ഹരിയാനയിൽ കഴിഞ്ഞു. അതിൻ്റെ വിദ്വേഷം സർക്കാർ ഉദ്യോഗസ്ഥരിൽ ബഹുഭൂരിപക്ഷം പേർക്കും സർക്കാരിനോടുണ്ട് എന്നുള്ളത് വലിയ വസ്തുത തന്നെയാണ്. പക്ഷേ ഞങ്ങളതൊന്നും കണക്കിലെടുത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ആദ്യം പോസ്റ്റൽ വോട്ട് എണ്ണിയ 1 മണിക്കൂറിൽ ബി.ജെ.പി വളരെയധികം പിറകോട്ട് പോയി. പക്ഷേ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾ വളരെയധികം മുന്നോട്ട് വരികയാണ്. ഞങ്ങൾ വിജയം പ്രതീക്ഷിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ, നിങ്ങൾ പറഞ്ഞതുപോലെ ചില സാഹചര്യങ്ങളിൽ എക്സിറ്റ് പോളുകളെല്ലാം ഞങ്ങൾക്കെതിരായിരുന്നു. പക്ഷേ എക്സിറ്റ് പോളുകളിലെ ഒന്നും തെറി വിളിക്കുകയോ, കോൺഗ്രസ് 2024 തിരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം എക്സിറ്റ് പോളുകളെയെല്ലാം തെറി വിളിക്കുന്ന കോൺഗ്രസിൻ്റെയോ CPM-ൻ്റെയോ ശൈലി ഞങ്ങൾ സ്വീകരിച്ചില്ല. ഞങ്ങൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് എക്സിറ്റ് പോളുകളിലല്ല, ജനങ്ങളിലാണ്. ആ ജനമാണ് വിധി എഴുതുന്നത്. ഞങ്ങൾ എന്തായാലും ഇപ്പോൾ ഒരു 4 റൗണ്ട് പിന്നിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ ഭൂരിപക്ഷത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി എത്തിച്ചേർന്നിട്ടു. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ജനങ്ങൾ ബി.ജെ.പി തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നതിൻ്റെ ഏറ്റവും വലിയ ശുഭസൂചന തന്നെയാണ് ഇപ്പോഴത്തെ കൗണ്ടിങ്ങിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ബി.ജെ.പിക്ക് കോൺഗ്രസിന് കിട്ടിയതിനേക്കാൾ കുറവ് വോട്ടാണ്, പെർസെൻറ്റേജാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോഴത്തെ കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത് അതാണ്. അല്ലേ, ഈ നിയമസഭയിലെ അംഗങ്ങളുടെ, ഞാൻ ശതമാനക്കണക്കിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള സമയമായിട്ടില്ല ശരത്തെ, കാരണം ഇനി അതിന് മണിക്കൂറുകൾ അവശേഷിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം കൂടി, ശതമാനക്കണക്കിൻ്റെ അടിസ്ഥാനത്തിലല്ല ഒരു സർക്കാർ രൂപീകരിക്കപ്പെടുന്നത്. സർക്കാർ രൂപീകരിക്കുന്നത് സഭയിലെ അംഗങ്ങളുടെ കണക്കുകളിലാണ്. അതുകൊണ്ട് ശതമാനക്കണക്കിൽ പലപ്പോഴും കേരളം വിലയിരുത്തുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന സാമൂഹ്യ രാഷ്ട്രീയ സംവിധാനങ്ങളുണ്ട്. ബി.ജെ.പിക്കെതിരായ വോട്ടുകളെ ആകെ സമാഹരിക്കുന്നതിൽ ഉത്തർപ്രദേശിൽ അടക്കം സംഭവിച്ചിട്ടുള്ള ആ പരാജയം, അത് ഹരിയാനയിൽ ഇന്നത്തെ വിലയിരുത്തലിൽ സംഭവിക്കുകയാണ്. കോൺഗ്രസ് അക്കാര്യത്തിൽ വലിയ വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്ന റിയാലിറ്റി ആ പാർട്ടി ലീഡർഷിപ്പിന് ഇനി അംഗീകരിച്ചേ കഴിയൂ. അതിൻ്റെ ഗുണഭോക്താക്കൾ കൂടിയാണ് നിങ്ങൾ. അങ്ങനെ ബി.ജെ.പിക്കെതിരായ വോട്ടുകൾ പല തട്ടുകളിലായി അതുകൂടി സമാഹരിച്ചിരുന്നുവെങ്കിൽ ബി.ജെ.പിയുടെ സ്ഥിതി എന്താകുമായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ വിജയം തന്നെയാണ്, സംശയമൊന്നുമില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ ബി.ജെ.പിക്ക് 3ാം ഘട്ടത്തിലേക്കും അധികാരത്തിൽ വരാൻ കഴിയുന്നു എന്നത് നിങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് ഒട്ടും ചെറിയ കാര്യമല്ല. ജമ്മു കാശ്മീരോ?
അല്ല, ജമ്മു കാശ്മീരിലേക്ക് വരുമ്പോൾ അന്തിമ ഫലം വന്നിട്ടില്ല. ഞങ്ങൾ വളരെയധികം മുന്നേറ്റം ജമ്മു കാശ്മീരിൽ കാഴ്ചവെച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഞങ്ങൾക്ക് 2014 അവസാനത്തെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞങ്ങൾ വിജയിച്ച 75 സീറ്റുകളിൽ മത്സരിച്ച് 25 സീറ്റുകളിലാണ് ഞങ്ങൾക്ക് അന്ന് വിജയിക്കാൻ കഴിഞ്ഞത്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, BJPയുടെ ഒരു ഈറ്റിലമൊന്നുമല്ല ജമ്മു കാശ്മീർ. 2002 ഞങ്ങൾക്ക് ആകെ ജയിച്ചത്, ആദ്യമായി ഞങ്ങൾ 2002 ജയിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒറ്റ സീറ്റാണ് ജമ്മു കാശ്മീരിൽ ഉണ്ടായിരുന്നത്. 2002 നിന്ന് 2024 എത്തുമ്പോൾ ഇപ്പോൾ 27 സീറ്റുകളിൽ ഞങ്ങൾക്ക് ലീഡ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഞങ്ങൾ അവിടെ ഒരു ഗവൺമെൻറ് രൂപീകരിച്ചിരിക്കുന്നു, അത് സഖ്യ സർക്കാരാണ്, അത് പൂർണ്ണമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം കാശ്മീരിൻ്റെ വികസനത്തിന് വേണ്ടി, കാശ്മീരിലെ സമാധാനത്തിന് വേണ്ടിയാണ് നരേന്ദ്രമോദി സർക്കാർ നിലപാടെടുക്കുന്നത്. കാശ്മീരിൻ്റെ വികസനത്തിനൊപ്പം സർക്കാർ ഉണ്ടാകും. ഞങ്ങളുമായി യോജിച്ച് പോകാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അവരോടൊപ്പം സഹകരിക്കാനുള്ള ഒരു തീരുമാനമായിരിക്കും പാർട്ടി എടുക്കുന്നതെന്നാണ് ഞങ്ങൾ കരുതുന്നത്. എന്തായാലും അന്തിമ ഫലപ്രഖ്യാപനത്തിന് ശേഷം കൂടുതൽ തീരുമാനങ്ങൾ അറിയാൻ കഴിയും.